ഹായ് യൂട്യൂബ് ശ്രോതാക്കൾക്ക് പുതിയമ്മ കിച്ചൻസിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഓമയ്ക്ക കൊണ്ട് ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓമയ്ക്കാണ്, പച്ച ഓമയ്ക്കയാണിത്. കുത്തിക്കൊണ്ടൊന്ന് ചെറുതാക്കി അരിയണം. അത് ഞാൻ ചെത്തട്ടില്ല. ഓമയ്ക്ക ചെത്തി ഇതിൻ്റെ അകത്തെല്ലാം കളഞ്ഞു. ഇതിൻ്റെ അകത്തെല്ലാം ചേർന്ന് കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കീറിട്ടില്ല. ഈ വലിപ്പത്തിൽ അരിയണം. ഇനി ഒന്നും കൂടെ കീറണം കൂടുതൽ. അപ്പം നമുക്ക് ആ ഷേപ്പത്ത് കിട്ടും. ഓമയ്ക്ക ചെത്തി അരിഞ്ഞത് ഈ വലിപ്പത്തിലാണ് അരിഞ്ഞാൽ പിന്നെയുണ്ട്. ഈ വലിപ്പം ഇത് വെന്ത് വരുമ്പോൾ ഈ വലിപ്പം കുറയും, ചെറുതായി വരും. അപ്പം ഇതൊന്ന് കഴുകി അടുപ്പേ വെച്ച് വെള്ളം ഒഴിച്ച് വേഗണം. ഇത് ഓമയ്ക്ക കഴുകി വാരി ഇത് ഞാൻ ഈ കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഇതിനൊഴിക്കുന്നത്. വേഗം അടുപ്പേ വയ്ക്കും. ഇതൊന്ന് പകുതി വേവാകണം. ഓമയ്ക്ക വെന്ത് പകുതി വേവായിട്ടുള്ളൂ. പഞ്ചസാര പാനിയൊക്കെ ഒന്ന് വേവേണ്ടതാണ്. അതുകൊണ്ട് വാങ്ങുവാണ്. ഇതിന് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിനൊരു 3/4 ഡപ്പ പഞ്ചസാരയാണ് ഇടുന്നത്. ഒത്തിരി മധുരം വേണ്ടാത്തതുകൊണ്ടാണ്. മധുരം ആവശ്യമുള്ളവർക്ക് മധുരം എടുക്കാം. തിളച്ച് അതിനകത്തോട്ട് ഓമയ്ക്ക ഇടുവാണ്. ഓമയ്ക്ക അങ്ങനെ പാനിക്ക് അത് കണ്ട് തിളയ്ക്കുവാണ്. പാനി തെളിയണം. ഒരടപ്പ് വാനില എസൻസും കൂടെ കൊണ്ട് ഒഴിച്ചു തെളിഞ്ഞ് ഇനി ഇത് പാലിനകത്ത് ചൂടാണ്, ചെറിയ ചൂടാണ്. ഞാൻ 3 ബബിളിനകത്താണ് ഇത് എടുത്തേക്കുന്നത്. പോവാണ്. ഇത് പച്ച കളറാണ്. ാണിത് ചുവപ്പ് കളറ്. ഓറഞ്ച് കളറാണ്. പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കണം. ഇരുന്നതൊന്ന് ഉറയണം. അതുകൊണ്ട് അതിന് വെള്ളം നിറച്ച് അതിനകത്ത് ഇറക്കി വെക്കണം. അല്ലെങ്കിൽ മധുരം ഉള്ളതുകൊണ്ട് ഉരുണ്ട് കയറും. നമ്മുടെ ടൂട്ടി റെഡിയായി. പച്ച കളറാണ്. ഇതിൽ ഒരു കളർ ഇട്ടത് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അത് കൊച്ചു തട്ടി അത് മുഴുവൻ പോയി. അത് കാരണം ഇപ്പോൾ ഈ 2 കളറിൻ്റെ കിട്ടിയിട്ടുള്ളൂ. ചുമല കളറിൻ്റെ കിട്ടിയിട്ടില്ല. പൂട്ടി അതെല്ലാം റെഡിയായി. നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.